ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു വൈറ്റ് മട്ടൺ കുറുമ റെസിപ്പിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ മട്ടൺ നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലുള്ള റെസിപ്പി പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതില്ല, നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ, എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് എടുത്തിരിക്കുന്നത് 1/2 kg മട്ടനാണ്. റിബ്സിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവരത് കട്ട് ചെയ്ത് തന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മുറിഞ്ഞ് പോയിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ റിബ്സിൻ്റെ പീസ് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അധികം സ്പൈസസ് ഒന്നും ഇല്ല. ഇതിൽ നമ്മൾ കുറച്ച് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 4-5 കഷ്ണം ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ 4 തക്കോലം. ഓക്കെ, 2 പച്ചമുളക്, നീളത്തിലുള്ള വലിയ പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. 2-3 പച്ചമുളക് എടുക്കാം. അത് നടുവേ അല്ല കീറിയേക്കുന്നത്, വട്ടമായിട്ടാണ് കീറിയേക്കുന്നത്. ഓക്കെ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. ഓക്കെ, ഞാൻ നീളത്തിൽ അത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ആ ഒരു ഫ്ലേവർ കറിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സവാള നമ്മൾ അത്രയും അങ്ങോട്ട് കരിമുര മുരിക്കുന്നില്ല, സോഫ്റ്റ് ഫ്രൈ ആണ് നമുക്ക് വേണ്ടു. സോഫ്റ്റായിട്ട് അതൊന്ന് വാടി കിട്ടിയാൽ മതി. എന്നാൽ ആ പച്ചമണം നന്നായി പോകുന്നത് വരെ വാടി കിട്ടണം. കാരണം അങ്ങനെയാണ് ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത്. കണ്ടോ, കളറൊന്നും മാറിയിട്ടില്ല, എന്നാൽ നന്നായി വഴന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് 1 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എരിവ് എന്ന് പറയുമ്പോൾ എരിവിന് 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ് നമ്മൾ എരിവിന് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മട്ടൺ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഉള്ള മട്ടനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതൊരു 10 മിനിറ്റ് ഞാൻ മിക്സ് ആവാൻ വേണ്ടി, ഇപ്പോൾ നോർമലി നമ്മൾ ബീഫൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമ്മി പുരട്ടിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടാണല്ലോ, റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. മസാലയൊക്കെ വഴറ്റി വെക്കുന്നത് കൊണ്ട് നമുക്ക് അത് കൈ കൊണ്ട് തിരുമ്മി കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് നന്നായി ഒന്ന് ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് ശരിക്കും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ 1 വിസിലാണ് കേൾപ്പിക്കുന്നത്. 1 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നന്നായി ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചാറായിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ. ഇതിലേക്ക് ഇനി നമ്മൾ നന്നായി നല്ല കുറുകിയ തേങ്ങ അരച്ചതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 10-15 ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് ആ തൊലി കളഞ്ഞിട്ട് അതും നന്നായി പേസ്റ്റ് പോലെ കാഷ്യൂ ആയാലും കുഴപ്പമില്ല കേട്ടോ, കാഷ്യോ ബദാമോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല തിക്നെസ് കിട്ടും. ഇൻ കേസ് കാഷ്യൂ ബദാമോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ 1 ടീസ്പൂൺ പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചതോ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും നന്നായി ഇത് കിട്ടും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു റിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാഷ്യൂ അല്ലെങ്കിൽ ബദാം അരച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായി ഞാൻ ഇത്തിരി വെള്ളമല്ല, ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് വെച്ചാൽ ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നന്നായി തന്നെ തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നല്ല തിക്ക് പാലും കിട്ടും.
അപ്പോൾ വളരെ കുറച്ച് തേങ്ങാപ്പാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു അരമുറി തേങ്ങയുടെ നന്നായി അടിച്ച് കുറച്ച് പാൽ മാത്രം, തലപ്പാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല ആ ഒരു ചാറ് അങ്ങോട്ട് കൂടുതലില്ല, തിക്കായിട്ടാണല്ലോ കുറുമ അങ്ങനെയല്ല കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ കുരുമുളക് നന്നായി 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇടിച്ചെടുക്കുന്ന കുരുമുളകാണ്. എന്നാൽ ആ പൗഡേർഡ് കുരുമുളകാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഇടയ്ക്കൊരു ചെറിയതായിട്ടൊന്ന് കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനേലും നന്നായി തിക്കാവും കേട്ടോ. ഗ്രേവി നന്നായി ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ആ രീതിയിലുള്ള ആ ഒരു ലൂസ് ആവുമല്ലോ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല തിക്കാവും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്രഷ് വേപ്പിലയും ഇത്തിരി മല്ലിയിലയും കൂടി, ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ബീഫും ഇതുപോലെ ചെയ്ത് നോക്കാം, ചിക്കനും ഇതുപോലെ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.